സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മളിന്ന് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് ശേഷം, രണ്ടാം ടേമിൽ അധികാരമേറ്റതിന് ശേഷമുള്ള ആദ്യത്തെ രാജിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രചാരണത്തിന് ഫണ്ട് ചെയ്യുകയും അതുമുതൽ ട്രംപിൻ്റെ അടുത്ത ആളായി ഒപ്പമുണ്ടാവുകയും ഭരണത്തിലേറിയ ഉടനെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി എന്ന് പറയുന്ന വകുപ്പിൻ്റെ ചുമതലയിൽ നിയമിക്കപ്പെടുകയും ചെയ്ത വലിയ വ്യവസായി, ടെസ്ലയുടെയും സ്പേസ് എക്സിൻ്റെയും ഒക്കെ ഉടമസ്ഥൻ എലോൺ മസ്ക്, അദ്ദേഹം ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയുടെ ചുമതലയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. ട്രംപുമായുള്ള വലിയ അഭിപ്രായ ഭിന്നതയാണ് രാജിക്ക് കാരണം എന്ന് പറയപ്പെടുന്നുണ്ട്. പല പ്രശ്നങ്ങൾ നമ്മൾ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് ശേഷം ഉണ്ടായ സാഹചര്യം നമ്മൾ വിലയിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പറഞ്ഞതുപോലെ തന്നെ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിനനുസരിച്ച് എന്ന് തോന്നും വിധത്തിൽ പല രാജ്യങ്ങൾക്ക് മേൽ നികുതി ചുമത്തുന്ന കാഴ്ച കണ്ടു. പിന്നീട് അതിൽ നിന്ന് പിന്നാക്കം പോകുന്നുണ്ട്, വീണ്ടും ചുമത്തുന്നുണ്ട്, വീണ്ടും പിന്നാക്കം പോകുന്നുണ്ട്, പിന്നീട് അത് ഗവൺമെൻറ് കോടതി നടപടികളിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് അത്തരം അനിശ്ചിതത്വങ്ങളുടെ എല്ലാം തുടർച്ചയായിട്ട് അദ്ദേഹം ആദ്യ ടേമിൽ പ്രസിഡന്റ് ആയിരിക്കെ കൊണ്ടുവന്ന ഒരു ബില്ല്, അതിപ്പോൾ ലാപ്സ് ആവാൻ പോവുകയാണ്, നിയമം അത് ലാപ്സ് ആവാൻ പോവുകയാണ്, അത് വീണ്ടും കൊണ്ടുവരികയാണ്. വൺ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൊണ്ടുവരുന്നു. അത് ആഭ്യന്തരമായി അമേരിക്കയിൽ പൗരന്മാർക്ക് നികുതി ഇളവുകൾ കൊടുക്കുന്ന, ബോർഡർ സെക്യൂരിറ്റിക്കൊക്കെ ചെലവ് കൂടുതൽ അനുവദിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന, അങ്ങനെ വലിയൊരു ആഭ്യന്തരമായി അമേരിക്കൻ സമ്പദ്ഘടനയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ബില്ലാണ്. ഇതിൽ എലോൺ മസ്കിന് വലിയ അതൃപ്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അത് അദ്ദേഹം പരസ്യമായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ തൊട്ടു പിറകെയാണ് രാജി ഉണ്ടായിരിക്കുന്നത്. ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് വിദേശകാര്യ വിദഗ്ധൻ കൂടിയ അധ്യാപകൻ ഡോക്ടർ മോഹൻ വർഗീസാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മളിത് സംസാരിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവണമെങ്കിൽ, ഇപ്പോൾ നരേന്ദ്രമോദിയും ഗൗതം അദാനിയും തമ്മിലുള്ളൊരു ബന്ധം എങ്ങനെയായിരുന്നു, അതുപോലെയായിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപും എലോൺ മസ്കും തമ്മിലുള്ള ബന്ധം എന്ന് വേണമെങ്കിൽ പറയാം. പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിന് ശേഷം ഒരുപക്ഷെ നരേന്ദ്രമോദിയും അമിത്ഷായും തമ്മിലുള്ള ബന്ധമായിരുന്നു ഡൊണാൾഡ് ട്രംപും എലോൺ മസ്കും എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഞാനിതൊരു കമ്പാരിസന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ചിലപ്പോൾ ഇതൊരു കടന്ന കമ്പാരിസൺ ആണ് എന്ന് വേണമെങ്കിൽ തോന്നാം. എങ്കിൽ പോലും ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഈ വളരെ പെട്ടെന്ന് ഇത് ദീർഘകാലം നിലനിൽക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നൊരു ബന്ധമാണ്. കാരണം രണ്ടുപേരും ബിസിനസ്സുകാരാണ്, ബിസിനസ് താല്പര്യങ്ങൾ രണ്ടുപേർക്കുമുണ്ട്. ആ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള നയപരിപാടികളെക്കുറിച്ച് രണ്ടുപേരും സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ വളരെ പെട്ടെന്ന് ഈ ബന്ധം ബ്രേക്കപ്പ് ആവുന്നു. എന്താണ് സംഭവിച്ചതെന്നാണ് സാറിന് തോന്നുന്നത്? ശ്രീ രാജീവ്, ഇതിനകത്ത് നല്ല ബ്യൂട്ടിഫുൾ കമ്പാരിസൺ. നരേന്ദ്രമോദി ആൻഡ് ഗൗതം അദാനി, അതുപോലെ ഡൊണാൾഡ് ട്രംപ് ആൻഡ് ഇലോൺ മസ്ക്. ഇതിന്റെ സമാനതകൾ ഏറെയാണ്. ഗൗതം അദാനി കെട്ടിപ്പടുത്ത ഒരു സാമ്രാജ്യം, അല്ലെങ്കിൽ ആ ഒരു സാമ്രാജ്യത്തിന്, അദാനിയുടെ ബിസിനസ് സാമ്രാജ്യം വളർന്നു വികസിക്കുകയും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇൻഡയറക്ട്ലി എങ്കിലും ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രയോജനം ലഭിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ഒരു നേരിട്ടുള്ള ഒരു അസോസിയേഷൻ ഇൻ ദ ഗ്ലെയർ ഓഫ് പബ്ലിക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എപ്പോഴും നരേന്ദ്രമോദി ഗൗതം അദാനിയുമായി ഒരേ പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യുന്ന, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഉൾപ്പെടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മോദി ഒരു പൊളിറ്റീഷ്യനായി, ഒരു ദേശീയ നേതാവായി, കൾച്ചറൽ നറേറ്റീവിന്റെ, ഹിന്ദുത്വ എന്ന് പറയുന്ന കൾച്ചറൽ നറേറ്റീവിന്റെ, ദേശീയതയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ വോട്ട് വാങ്ങി വിജയിച്ചു വരികയും അതിന് പിന്നിലെ ഒരു സൈലന്റ് കാറ്റലിസ്റ്റ് എന്ന രൂപത്തിലാണ് അദാനി പ്രവർത്തിച്ചതെങ്കിൽ അമേരിക്കൻ വേ ഓഫ് ഡൂയിങ് തിങ്സ് ക്വൈറ്റ് ഡിഫറെന്റ് ആണ്. ഇന്ത്യയുടെ ഒരു രീതിശാസ്ത്രവുമായി വളരെ വലിയ മാറ്റമുണ്ട്. അതുകൊണ്ടാണ് പരസ്യമായിട്ട് തന്നെ ട്രംപിന് വേണ്ടി വൻ തുകയാണ് ഇലോൺ മസ്ക് ചെലവാക്കിയത്. ആ ചെലവാക്കിയ തുകയുടെ 10 ഇരട്ടി അദ്ദേഹം ഓഹരി വിപണിയിൽ, ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം ഉണ്ടായ ഓഹരി വിപണിയിലെ ഒരു താൽക്കാലിക ഉയർച്ച, ആ ഉയർച്ച സമയത്തെ വൻ തുകയാണ് ഇലോൺ മസ്കിന്റെ കിറ്റിയിൽ വന്ന് വീണത്. അത് പിന്നീട് ഓഹരി കറക്റ്റഡ് ആയി, അത് മറ്റൊരു കാര്യം. പക്ഷെ അതുകൊണ്ട് പൂർണ്ണ അർത്ഥത്തിൽ ആ കമ്പാരിസൺ അത് ആ രീതിയിൽ നമുക്ക് അത്ര ലാഘവവൽക്കരിച്ച് കാണാനാവില്ല. പക്ഷെ ഇവിടെ രണ്ട് ബിസിനസ്സുകാരാണ്, വൺ ഡൊണാൾഡ് ട്രംപ് ആൻഡ് ടു ഇലോൺ മസ്ക്. ഒരാൾ ഒരു റിയൽ എസ്റ്റേറ്റ് ടൈക്കൂണാണ്, മറ്റൊരാൾ നാളുകളുടെ ടെക്നോളജിയെ മുൻകൂട്ടി വികസിപ്പിച്ചെടുക്കുന്ന ഒരാൾ, അതാണ് ഇലോൺ മസ്ക്. അതിന് പൊളിറ്റിക്കൽ ബാക്കിംഗ് അത്യാവശ്യമാണ്.
അത് ചൊവ്വാഗ്രഹത്തിൽ പോകുന്ന കാര്യമാണെങ്കിലും ന്യൂ ജനറേഷൻ പുതിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ചുള്ള വാഹന നിർമ്മാണമാണെങ്കിലും ശരി, അല്ലെങ്കിൽ അസാധ്യമെന്ന് ഇപ്പോൾ കരുതുന്ന പല കാര്യങ്ങളും ഒരു പൈലറ്റ് അപ്രോച്ച് അത് നടപ്പാക്കിയെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇലോൺ മസ്ക് ഘാതങ്ങൾ മുന്നേ മറ്റ് ബിസിനസ്സുകാർക്ക് ബഹുഘാതം മുന്നേ നടന്നയാളാണ്. പക്ഷേ ഇലോൺ മസ്കിന്റെ സ്കീം ഓഫ് തിങ്സ് മുന്നോട്ട് പോകണമെങ്കിൽ പൊളിറ്റിക്കൽ ബാക്കിങ് മാത്രം പോരാ, അമേരിക്കയുടെ പൊളിറ്റിക്കൽ ബാക്കിങ് മാത്രം പോരാ, ലോക രാജ്യങ്ങൾക്ക് അമേരിക്കയുമായുള്ള ഗുഡ്വില്ല് കൂടി ഉണ്ടാകണം. ഇവിടെ ഇലോൺ മസ്കിന്റെ മനസ്സിലൂടെ പോയ ചിന്ത എന്താണ്? ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ലോകത്തെ ചേർത്ത് പിടിക്കും. ഈ വ്യാപാര യുദ്ധം ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ച രീതിയിലുള്ള വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കുകയും നാളെ അത് റിട്രീറ്റ് ചെയ്യുകയും പിന്നെയും പ്രഖ്യാപിക്കുകയും പിന്നെയും പിന്നാട്ടം പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഫ്ലിക്കറിംഗ് പാറ്റേൺ ഒരുപക്ഷെ ഇലോൺ മസ്ക് പ്രതീക്ഷിച്ച് കാണില്ല. അതുകൊണ്ട് ഇലോൺ മസ്കിന്റെ ഇൻവെസ്റ്റ്മെന്റുകള് അമേരിക്കയിൽ മാത്രമല്ല എന്നോർക്കണം. ലോകമാസകലം ടെസ്ല കാറുകൾ വിൽക്കണം, അത് ലോകത്തെ 1-ാം നമ്പർ ബ്രാൻഡായി മാറണം. ഇത് ഇലോൺ മസ്കിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അത് മാത്രമല്ല, സ്പേസ് എക്സിനെ പ്രയോജനപ്പെടുത്തേണ്ടത് അമേരിക്ക മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളും കഴിയുമെങ്കിൽ സ്പേസ് എക്സിന്റെ ഉപഭോക്താക്കളായി മാറണം എന്നതാണ് ഇലോൺ മസ്കിന്റെ ആഗ്രഹം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡീഗ്ലോബലൈസേഷൻ പോളിസി അമേരിക്കയെ ലോകത്തിന് മുന്നിൽ വെറുപ്പുള്ള ഒരു കഥാപാത്രമാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് അതിന്റെ ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിന്റെ ഇരയായി മാറി ഇലോൺ മസ്ക്. അവൾ പല പ്രാവശ്യം കഴിഞ്ഞ 2 മാസത്തിനിടയിൽ പല പ്രാവശ്യം ഈ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചത് മുതലുള്ള 2 മാസം കിണഞ്ഞ് ശ്രമിക്കുകയായിരുന്നു ഇലോൺ മസ്ക് ട്രംപിനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനും. അതേസമയം വിദേശത്തു നിന്നും വരുന്ന ആളുകൾ, തീർന്ന ആളുകൾ, ഇപ്പൊ ട്രംപ് വ്യാപാര യുദ്ധം മാത്രമല്ല പ്രഖ്യാപിച്ചതെന്ന് ഓർക്കണം. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യം വ്യാപാര യുദ്ധം മാത്രമല്ല. അതായത് അമേരിക്കയിൽ ആര് കടന്നു വരണം, എന്ത് ജോലി ചെയ്യണം, അവരുടെ ലൈഫിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യണം, വിസ നിയന്ത്രണങ്ങൾ എന്തായിരിക്കണം, ഇതെല്ലാം തന്നെ കടുത്ത ആന്റി ഗ്ലോബലൈസേഷൻ പോളിസീസ് ആണ്. ഈ ആന്റി ഗ്ലോബലൈസേഷൻ പോളിസിയുമായി മുന്നോട്ട് പോയാൽ അധികകാലം അമേരിക്കയ്ക്ക് ലോകത്തിന്റെ ഗുഡ്വില്ല് നേടാനാവില്ല. അമേരിക്ക ഈ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ന്യൂമറോ യൂനോ സ്റ്റേറ്റസിൽ നിന്ന് വരെ പിന്തള്ളപ്പെട്ടു പോകുമെന്ന് നാളുകളിലെ ബിസിനസ് കണ്ണുകളുള്ള ഇലോൺ മസ്കിന് അറിയാം. അപ്പൊ ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി, ആഭ്യന്തരമായി ഗവൺമെന്റിന്റെ ദുർമേധസ്സിനെ ഒന്ന് ചെത്തി ഒതുക്കുക, അനാവശ്യ സ്പെൻഡിങ് കുറയ്ക്കുക, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അത് ഡോഡ്ജിന്റെ തലപ്പത്തിരുന്നുകൊണ്ട് ഇലോൺ മസ്കിന് ഭംഗിയായി ചെയ്യാവുന്നതാണ്. ആ നിർദ്ദേശങ്ങൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഒരു പരിധി വരെ അംഗീകരിക്കുകയും ചെയ്യുന്നതാണ്. അതിന് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അമേരിക്കയിൽ വർക്ക് ഫോഴ്സിന് വളരെ വലിയ കുറവാണ് വരുന്നത്. പ്രൊഡക്റ്റീവ് വർക്ക് ഫോഴ്സ് വിച്ച് ഹാസ് ടു കം ഫ്രം എബ്രോഡ്, ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും പറയുന്ന വർക്ക് ഫോഴ്സ് അത് കുറയും. അത് മാത്രമല്ല, ചൈനീസ് ഇറക്കുമതി ഉൾപ്പെടെ കാര്യങ്ങൾ കുറയുമ്പോൾ ഘടക നിർമ്മാണങ്ങൾ പലതും ബുദ്ധിമുട്ടായി വരും. അപ്പൊ ഗവൺമെന്റ് എഫിഷ്യൻസി കൂട്ടാൻ ഒരു വശത്ത് ശ്രമിക്കുകയും അതേസമയം ഉപഭോഗ വസ്തുക്കൾ അല്ലെങ്കിൽ അസംസ്കൃത പദാർത്ഥങ്ങൾ എത്താതിരിക്കുകയും അവിടെ ഉള്ള വർക്ക് ഫോഴ്സ് ഭീമമായ തുക ശമ്പളമായി ഈടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത് രണ്ടറ്റവും കൂട്ടിമുട്ടാതെ വരും. അതിന്റെ മുഴുവൻ പഴിയും ഇദ്ദേഹം കേൾക്കേണ്ടി വരും, ഇലോൺ മസ്ക് കേൾക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തുക എന്ന ഒരു യുക്തി ഇലോൺ മസ്കിന്റെ മനസ്സിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് ഈ പടിയിറക്കം എന്നാണ് പ്രാഥമികമായി എന്റെ ഒരു നിഗമനം. റൈറ്റ്. നമ്മളത് പറയുമ്പോഴേ ഇപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ 2ാം ടേമിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് തന്നെ അദ്ദേഹം ഇതൊക്കെ പറഞ്ഞിരുന്നു. അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോളിസി. അതിന് പാകത്തിലുള്ള നയങ്ങളായിരിക്കും പ്രസിഡന്റ് ആയാൽ അദ്ദേഹം പിന്തുടരാൻ പോകുന്നത്. ചൈനയ്ക്ക് മേൽ നികുതി, ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് മേൽ നികുതി ചുമത്തും. കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് മേൽ നികുതി ചുമത്തും. അത് ഒരു ഈക്വൽ ടേംസിലായിരിക്കണം ബിസിനസ് എല്ലാ രാജ്യങ്ങൾക്കും തമ്മിൽ. അപ്പോൾ അതുകൊണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ നികുതി ചുമത്തുന്ന രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മേലൊക്കെ നികുതി ചുമത്തും. ഇതൊക്കെ അദ്ദേഹം മുൻകൂട്ടി പ്രഖ്യാപിച്ചതാണ്. അതുപോലെ വിസ നിയന്ത്രണങ്ങൾ സംബന്ധിച്ചും അത് ആദ്യത്തെ ടേമിൽ തന്നെ അദ്ദേഹം പറഞ്ഞതാണ്. അമേരിക്കക്കാർക്ക് ജോലി ലഭ്യമാക്കുന്ന വിധത്തിൽ വേണം ഇത്തരം വിസ നിയന്ത്രണങ്ങളൊക്കെ, അല്ലെങ്കിൽ വിസ അനുവദിക്കലൊക്കെ, അല്ലാതെ എല്ലാവർക്കും വന്നു പോകാവുന്നൊരു സ്ഥലം. ഇതൊക്കെ അദ്ദേഹം നേരത്തെ പറഞ്ഞാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാവുമല്ലോ എലോൺ മസ്ക് $28 കോടി ഡൊണാൾഡ് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ചെലവാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പറയുന്നൊന്നും ആയിരിക്കില്ല പ്രസിഡന്റ് ആയാൽ ട്രംപ് നടപ്പാക്കുക എന്നൊരു തോന്നലായിരുന്നോ മസ്ക്?
അങ്ങനെ വേണം കരുതാൻ. അത് തന്നെയാണ് അതിന്റെ കൃത്യമായി അത് തന്നെയാണ് നിഗമനം. കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ നേതാക്കൾ പലതും പറയും. ഇതൊക്കെ വളരെ ഉട്ടോപ്യൻ കാര്യങ്ങളാണ് പലപ്പോഴും പറയുന്നത്. അമ്പിളിയമ്മ അവരെ പിടിച്ചുകൊണ്ടുവരും എന്നൊക്കെ പറയുന്നത് പോലെയാണ്. അതൊക്കെ നടപ്പാക്കാനുള്ളതല്ല, അല്ലെങ്കിൽ ഒരു മാർജിനിട്ട് മാത്രം നടപ്പാക്കേണ്ടതാണ്. പക്ഷേ പൂർണ്ണ സമയ രാഷ്ട്രീയക്കാരനല്ലാത്ത ട്രംപ്, ഇപ്പോഴാണ് രാഷ്ട്രീയക്കാരനായത്, അദ്ദേഹത്തിന് വരും രാജ്യങ്ങളെ കുറിച്ച് ഒരു പൊളിറ്റിക്കൽ സ്പെക്ട്രം, എങ്ങനെയാണ് ബിസിനസിനെ മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡീലുകളിലൂടെ ഒരു പൊളിറ്റിക്കൽ മാനേജ്മെന്റ് ഉൾപ്പെടെ നടത്താം എന്ന ട്രംപിന്റെ ഒരു നയം, അല്ലെങ്കിൽ ആ ഒരു രീതി, ആ രീതിശാസ്ത്രം പരാജയമാണ് എന്ന് പലയാവർത്തി പരാജയപ്പെടും എന്ന് പലയാവർത്തി പിന്നെ ഇലോൺ മസ്ക് ട്രംപിനോട് പറഞ്ഞിട്ടുണ്ടാവണം. പക്ഷെ അത് തൃണവൽഗണിച്ചുകൊണ്ട് ട്രംപ് മുന്നോട്ട് പോവുകയാണ്. കാരണം ഇലക്ഷൻ ജയിച്ചു വരണമെങ്കിൽ വിവിധ വിഭാഗങ്ങളുടെ, അമേരിക്കൻ പൗരന്മാരുടെ വിവിധ വിഭാഗങ്ങളുടെ വോട്ട് ആവശ്യമാണ്. അതുകൊണ്ട് സ്വല്പം കടത്തി പറയും, അതിനുശേഷം മെക്സിക്കോയ്ക്കെതിരെ വേലി കെട്ടി അടയ്ക്കും. കടന്നു വരുന്ന ആളുകളെ ഇപ്പൊ അകത്ത് കയറി അമേരിക്ക എന്ന ബസ്സിനുള്ളിൽ കയറി പറ്റിയവരെ സംരക്ഷിക്കും. പുതിയതായി ആ ബസ്സിന്റെ വാതിലുകൾ തുറക്കില്ല. അനധികൃതമായി കടത്തു വന്നവരെ പുറത്താക്കും. ഇതൊക്കെ പറയാൻ പറ്റും. പക്ഷേ അത് വളരെ ഞൊടിയിടയിൽ തന്നെ ക്ഷിപ്രസാധ്യമായി അത് പ്രവർത്തിക്കാനാണ് ട്രംപ് ഉൾപ്പെടുന്നതെങ്കിൽ അത് ദോഷം ചെയ്യും എന്ന് മുഖ്യ ഉപദേശകൻ കൂടിയായ ഇലോൺ മസ്ക് പറഞ്ഞു. പക്ഷെ അതൊന്നുമല്ല ട്രംപിന്റെ പരിഗണന. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെതായ ഒരു അജണ്ടയുണ്ട്. അദ്ദേഹത്തിന്റെ ഫോറിൻ പോളിസി അജണ്ടയുണ്ട്, അദ്ദേഹത്തിന്റെ ഡൊമസ്റ്റിക് ഇക്കണോമിക് പോളിസി അജണ്ടയുണ്ട്, ട്രേഡ് പോളിസി അജണ്ടയുണ്ട്. ഈ അജണ്ടകൾ കാര്യമായ, കാരണം ഇലോൺ മസ്കിന്റെ സ്വാധീനം അവിടെ തീരെ കുറവാണ്. എല്ലാ പഴയും ഇലോൺ മസ്ക് കേൾക്കേണ്ടി വരും ഒരു ഉപദേശകൻ എന്ന നിലയിൽ. പക്ഷേ ഇലോൺ മസ്കിന്റെ പോളിസിക്കകത്ത് ട്രംപ് ചെയ്തു കൂട്ടിയ നയങ്ങൾ, അല്ലെങ്കിൽ നയങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു, കോടതിയിൽ നിന്ന് തിരിച്ചടി ലഭിച്ചു. ഇപ്പോൾ ഇതാ ട്രംപ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച തീരുവകൾ, ടാരിഫ്, അതെല്ലാം തന്നെ കോടതി ഫ്രീസ് ചെയ്തു. എന്നിട്ട് വീണ്ടും അത് എക്സിക്യൂട്ടീവ് റൈറ്റ് ആണ്, പ്രൊറോഗറ്റീവ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സ്റ്റേ വാങ്ങി. തൽക്കാലത്തേക്ക് മാത്രമാണ് സ്റ്റേ കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ എത്ര കാലം മുന്നോട്ട് പോകും എന്നതിനെ കുറിച്ചൊരു രീതി, അതിന്റെ ഒരു തീർച്ചമൂർച്ച ഇല്ലാത്തത് കൊണ്ട് ഇലോൺ മസ്കിന് അറിയാം, അദ്ദേഹത്തിന് ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയിൽ ഒരു ഗുഡ് വിൽ ആവശ്യമുണ്ട്. കാരണം ഗ്ലോബൽ ക്യാപിറ്റലിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് നമുക്കൊരു ഗ്ലോബൽ ക്യാപിറ്റലിന് ഒരു ബേസ് ഉണ്ടാക്കണം. ഇലോൺ മസ്കിന്റെ ബേസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിരിക്കും. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണോ, പുതിയ ടെക്നോളജിയുടെ ആവശ്യം എവിടെയാണോ, കോൺസെപ്റ്റ് ഐഡിയാസ്, അല്ലെ, ന്യൂ കോൺസെപ്റ്റ്സ്, അത് എവിടെയാണോ ആവശ്യം, അത് നൽകുന്ന ഒരാളാണ്. അതായത് നാളുകളിലെ ലോകം എങ്ങനെയായിരിക്കണം എന്ന് ഇന്ന് ഒരു സൂചന നൽകുന്ന നമ്പർ 1 ബ്രെയിൻ ആണ്, ബിസിനസ് ബ്രെയിൻ ആണ്. അതേപോലെ തന്നെ ബ്രേക്കിംഗ് ന്യൂ ഗ്രൗണ്ട്സ്, ആ ബ്രെയിൻ ആണ്. അതാണ് ഇലോൺ മസ്ക്. അത് മനസ്സിലാക്കാതെ അമേരിക്കക്കാരൻ മാത്രമായി, അമേരിക്കൻ ബിസിനസ്സുകാരൻ മാത്രമായി, അമേരിക്കയ്ക്ക് മഹത്വം ഉണ്ടാക്കാൻ മാത്രമായി ഡൊണാൾഡ് ട്രംപിന്റെ ശിങ്കിടിയായി നടക്കുന്ന ഇലോൺ മസ്ക് ഈസ് ഗോയിങ് ടു ബി എൻ അട്ടർ ഫെയിലിയർ ഇൻ ദ ഇയേഴ്സ് ടു കം. ഇത് വളരെ നേരത്തെ മനസ്സിലാക്കാനുള്ള ഒരു ബിസിനസ് ബുദ്ധി ഇലോൺ മസ്കിനുണ്ടായി. അതുകൊണ്ട് കൈവന്ന മഹാസൗഭാഗ്യം, ഭൂമുഖത്ത് കയറി വന്ന ഐശ്വര്യത്തെ പുറങ്കാലുകൊണ്ട് തൊഴിച്ചു മാറ്റുന്നു എന്ന് ചിലരെങ്കിലും കാണാം. പക്ഷെ അവര് കണ്ട രീതിയല്ല ഇലോൺ മസ്ക് കണ്ടത്. ഇലോൺ മസ്ക് കണ്ടത് നാളുകളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ചൈനയുടെ ഗുഡ്വില്ല് വേണം, ഇന്ത്യയുടെ ഗുഡ്വില്ല് വേണം. ഇനോമസ് ഇൻവെസ്റ്റ്മെന്റ് പോസിബിലിറ്റീസ് അമേരിക്കയ്ക്കുള്ളിലല്ല. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാനിരിക്കുന്നത് അമേരിക്കയ്ക്കുള്ളിലല്ല. അത് ചൈനയിലും ഇന്ത്യയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും ഒക്കെയാണ്. അവിടേക്ക് പടർന്നു കയറണമെങ്കിൽ, ഗ്ലോബലൈസേഷന്റെ അടുത്ത ലെവലിലേക്ക് ലോകത്തെ നയിക്കണമെങ്കിൽ തന്റെ സാന്നിധ്യം വേണം. അതുകൊണ്ട് ഒരു പുരുഷായുസിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വലിപ്പം അദ്ദേഹത്തിന് ട്രംപിന്റെ നിഴലിൽ നിന്നുകൊണ്ട് നേടാനാവില്ല എന്ന തിരിച്ചറിവാണ്. അതുകൊണ്ട് തന്നെ ചിന്തിച്ചുറപ്പിച്ച ഒരു രാജ്യമാണ്. അല്ലാതെ അൻവർ രാജി പ്രഖ്യാപിക്കുന്നത് പോലെ പെട്ടെന്ന് ഒരു വികാരത്തള്ളലിൽ രാജി പ്രഖ്യാപിക്കുകയോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, മാറ്റിയും മറിച്ചും പറയുന്ന ഒരു രീതിയല്ല ഇലോൺ മസ്കിൻ്റെത്. അതുകൊണ്ടാണ് ഏറ്റവും അധികം റിസ്ക് എടുക്കുന്ന ഇൻവെസ്റ്റർ ആണ് ഇലോൺ മസ്ക്. ലോകത്ത് ഇത്രയും അധികം റിസ്ക് എടുക്കുന്ന ഒരാളെ കാണാൻ ബുദ്ധിമുട്ടാണ്. കാരണം ആരും ചിന്തിച്ചിട്ടില്ലാത്ത വഴികളിൽ, അതായത് ഒരു മുൻഗാമിയില്ല, തനിക്കൊരു മുൻഗാമിയില്ല, ആ രൂപത്തിൽ തനിക്കൊരു മുൻഗാമിയില്ല. അതുകൊണ്ട് ബ്രേക്കിംഗ് ന്യൂ ഗ്രൗണ്ട്സ്, അതിന് സാധിക്കുന്ന ഒരു അന്തരീക്ഷമല്ല ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു കരാളഹസ്തത്തിൽ നിന്നും, നീരാളിപ്പിടുത്തത്തിൽ നിന്നും മോചിതനായി കുതറി മാറി വേറൊരു അതുകൊണ്ട് ഒരു വെടിനിർത്തൽ അവിടെ പ്രതീക്ഷിക്കാം. ട്രംപുമായി ഒരു ഓപ്പൺ യുദ്ധത്തിനുണ്ടാവില്ല.
കാരണം അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ട്രംപിന്റെ കൂടെ ഔദാര്യത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ നിക്ഷേപം ട്രംപിന് നഷ്ടമൊന്നുമില്ല. ട്രംപ് ടവറൊക്കെ മുന്നോട്ട് പോയെന്നിരിക്കാം. പക്ഷെ ഇലോൺ മസ്കിന്റെ നിക്ഷേപങ്ങൾ അമേരിക്കയിൽ വലിയ രീതിയിലുള്ള ലീഗൽ പ്രശ്നങ്ങൾ നേരിട്ടാൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കുക അസാധ്യമാകും. അതുകൊണ്ട് ട്രംപുമായി ഒരു നിരപ്പിൽ പോവുകയും അതേസമയം ട്രംപിന്റെ ഉപദേശകൻ എന്ന ഡോഡ്ജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം. അത് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു എന്ന് കാണാം. ഇത് പറയുമ്പോൾ ഇപ്പൊ ഈ തീരുവ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള തീരുവയിൽ വലിയ അനിശ്ചിതത്വം ഉണ്ടാക്കുന്നു, കൂട്ടുന്നു, കുറയ്ക്കുന്നു, കൂട്ടും എന്ന് പറയുന്നു, സ്വതന്ത്ര വ്യാപാര കരാർ, ഇതൊരു അനിശ്ചിതത്വമാണ്. ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എലോൺ മസ്കിനെ പോലെയോ അല്ലെങ്കിൽ ആ വലിപ്പത്തിലുള്ള മറ്റ് ബിസിനസ്സുകാരെ സംബന്ധിച്ചോ ഇതൊരു ഒട്ടും അനുയോജ്യമായ അന്തരീക്ഷമല്ല എന്ന് ഉറപ്പിച്ചു പറയാം. പക്ഷെ അവിടെ അല്ല, അദ്ദേഹം ഏറ്റവും അവസാനം ഈ അതൃപ്തി പ്രകടിപ്പിക്കുന്നത് വൺ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറഞ്ഞിട്ട് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്നൊരു ബില്ലിനെ ചൊല്ലിയാണ് അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിക്കുന്നത്. അത് 2017 അദ്ദേഹം കൊണ്ടുവന്ന ടാക്സ് കട്ടുമായി റിലേറ്റ് ചെയ്ത, ഈ ഡിഫൻസ് ബജറ്റുമായി റിലേറ്റ് ചെയ്ത അതിർത്തി സംരക്ഷണം എന്ന് പറയുമ്പോൾ മെക്സിക്കോയ്ക്ക് വേലിയിട്ടുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട സംഗതി. അതിനൊക്കെ ബജറ്റ് വീതം അനുവദിക്കുന്ന ഒരു ബില്ലാണ്. അപ്പോൾ ഇത് നടപ്പാക്കുന്നത് ഉചിതമാകില്ല. അത് ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ പ്രഥമ ദൗത്യമായ സർക്കാരിൻ്റെ ചെലവ് കുറയ്ക്കുക, എന്നിട്ട് സർക്കാരിനെ കുറെ കൂടെ ഹെൽത്തി ആയ ഒരു സാമ്പത്തിക അവസ്ഥയുള്ള ഒരു എൻറ്റിറ്റിയാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം നിറവേറ്റാൻ പാകത്തിലുള്ളതല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ തീരുവ യുദ്ധമാണോ അതോ തന്നെ ഏൽപ്പിച്ച പണി വൃത്തിയായി ചെയ്യാൻ പാകത്തിലേക്കുള്ളൊരു പണിയല്ല ഇപ്പോൾ പ്രസിഡന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന തോന്നലാണോ? ഏതായിരിക്കും മസ്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടും പെട്ടെന്ന് ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക? ഇത് രണ്ടും ശ്രീരാജീവ്, ഇത് രണ്ടും കണക്റ്റഡ് ആണ്. അതായത് ഇത് രണ്ടും വേറിട്ട് കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് കാണാനാവുന്ന കാര്യങ്ങളല്ല. വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾ എൻകംപസിംഗ് ബിൽ. തീരുവ മാത്രമല്ല, കുടിയേറ്റം മാത്രമല്ല, ഈ കുടിയേറ്റവും തീരുവയും ഇതെല്ലാം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ഡൊമസ്റ്റിക് പ്രൂണിംഗ് ഓഫ് ഗവൺമെന്റ് മെഷീൻ, ഇതെല്ലാം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിനെ സെഗ്മെന്റ് ചെയ്ത് കാണുമ്പോൾ ഇതെല്ലാം തന്നെ വ്യത്യസ്തമായ കാര്യങ്ങളാണെന്ന് തോന്നാം. പക്ഷെ ഒന്നിൽ നിന്നൊന്നിലേക്കാണ്. അതുകൊണ്ട് ട്രംപിന് മറ്റു ചില ഉപദേശങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന ഒരു തോന്നൽ, ആ തോന്നൽ എനിക്കുണ്ട്, പല നിരീക്ഷകർക്കുമുണ്ട്. അതുകൊണ്ട് ഇലോൺ മസ്ക് അല്ല, അതിന് പിന്നിൽ മറ്റു ചില താല്പര്യങ്ങളും മറ്റു ചില ഇൻപുട്ടുകളും ഉണ്ട് എന്ന് കരുതാം. അങ്ങനെയെങ്കിൽ ആത്യന്തികമായി അമേരിക്ക എന്ന രാജ്യം ശരിയായ ദിശയിലല്ല പോകുന്നത് എന്ന ഒരു ഏർലി നിഗമനമാണ് ഇപ്പോഴത്തേത്. വൺ ഓൺ വൺ ആയി ടാരിഫുകൾ ക്രമീകരിക്കുകയാണ്. അതായത് ചൈനയുമായി സംസാരിച്ച് വലിയ ഒരു ടാരിഫ് കൊണ്ട് അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം പിന്നെ നെഗോസിയേഷൻ നടത്തി വിട്ടുവീഴ്ചകൾ, പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്തിട്ട് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ, മൾട്ടിലാറ്ററൽ അല്ല, ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ ട്രേഡ് ഫിക്സ് ചെയ്യുകയാണ്, ആ കോട്ട ഫിക്സ് ചെയ്യുകയാണ്. അങ്ങനെ ഡീൽ ആഫ്റ്റർ ഡീൽ വിത്ത് എവറി കൺട്രി അണ്ടർ ദ സൺ. ഇതാണ് ട്രംപിന്റെ പോളിസി. ഈ പോളിസി എന്ന് പറയുന്നത് ഒരിക്കലും ഗവൺമെന്റ് എഫിഷ്യൻസിയെ കൂട്ടുന്നില്ല, ഈ ഉദ്ദേശിക്കുന്ന വരുമാനം കൊണ്ടുവരുന്നില്ല. അത് മാത്രമല്ല അമേരിക്കയുടെ പടിയിറക്കമാണ്. കാരണം ഇനിയിപ്പോൾ അമേരിക്ക പറയുന്നത് ആരും ആ രീതിയിൽ വിശ്വസിക്കില്ല. ഇപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ ദേശീയ താല്പര്യം എന്താണ്, പ്രയോറിറ്റീസ് എന്താണ് എന്നറിയാം. ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. ഇന്ത്യ വിലപേശാൻ പഠിച്ചിരിക്കുന്നു. ഇപ്പൊ നമുക്ക് തോന്നാം ഇന്ത്യ മൂക്കും കുത്തി വീണിരിക്കുന്നു, ട്രംപിന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി മൂക്കും കുത്തി വീണിരിക്കുന്നു. അങ്ങനെയല്ല സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഇസ് ബൈയിങ് ടൈം. ഇപ്പൊ ജൂൺ മാസം അവസാനത്തിന് മുൻപ് തന്നെ ഒരു ധാരണയിലെത്തും, പ്രാഥമിക ധാരണയിലെത്തും. വർഷം അവസാനത്തിന് മുൻപ് തന്നെ ഫൈനൽ കൺക്ലൂഷൻ ആണ് എന്ന് പറയുമ്പോൾ ഒരിക്കലും എൻഡ് ചെയ്യാത്ത നെവർ എൻഡിങ് ഒരു നെഗോസിയേഷൻ നടക്കും അമേരിക്കയും ഓരോരോ രാജ്യങ്ങളും തമ്മിൽ. അതായത് ബ്രിട്ടൻ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പരിധിയിൽ അല്ലെങ്കിൽ WTOയുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഒരു ഫ്രെയിം വർക്ക് അമേരിക്കയുടെ മനസ്സിലില്ല, ട്രംപിന്റെ മനസ്സിലില്ല. അപ്പൊ ഈ 4 വർഷം ഇങ്ങനെ പോകൂ. അതുകൊണ്ട് WTOയ്ക്ക് പ്രസക്തിയില്ല, ആഗോള കരാറുകൾക്ക് പ്രസക്തിയില്ല, ഉഭയകക്ഷി കരാറുകൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇലോൺ മസ്കിന്റെ ബിസിനസ്സിന് മുന്നോട്ട് പോകാനാവില്ല. അത് അമേരിക്കയുടെ ആഭ്യന്തരമായ നയം ഒരു വലിയ തിരിച്ചടിയായി മാറും. കുടിയേറ്റം മാത്രമല്ല, ഈ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് നടപ്പിലായി കഴിഞ്ഞാൽ അതിപ്പം കോൺഗ്രസിൽ പൈലറ്റ് ചെയ്ത് നടപ്പാക്കാനുള്ള ഭൂരിപക്ഷം റിപ്പബ്ലിക്കൻസിനുണ്ട്. കാരണം റിപ്പബ്ലിക്കൻസും പകച്ചു നിൽക്കുകയാണ്. അവർക്കൊരു നാരോ എഡ്ജ് ഉണ്ട്. ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും സെനറ്റിലും ഒരു എഡ്ജ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സെനറ്റിലുമുണ്ട്, രണ്ടിടത്തുമുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, അമേരിക്ക പാർലമെന്ററി സമ്പ്രദായം അല്ല എന്ന് ഓർക്കണം. ഒരു പാർലമെന്ററി സമ്പ്രദായത്തിലെ പ്രധാനമന്ത്രിക്ക് ഉള്ളതുപോലെ റോൾ അല്ല പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിലെ എക്സിക്യൂട്ടീവ് ഹെഡായ പ്രസിഡന്റിന് ഉള്ളതെന്ന് ഓർക്കണം. ഇൻഡിവിജ്വലി സെനറ്റേഴ്സിനെ കോൺഫിഡൻസിലെടുക്കാൻ പ്രസിഡന്റിന് കഴിയും. ബട്ട് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ നേഷൻ ഒരുപക്ഷെ റിപ്പബ്ലിക്കൻ സെനറ്റേഴ്സ് പോലും നാളെ when the going gets tough,
അത് ട്രംപിനെതിരെ തിരിഞ്ഞുകൂടായികയില്ല. അതുകൊണ്ട് ഇപ്പൊ ഉണ്ട് എന്ന് പറയുന്ന ഗുഡ്വില്ലൊക്കെ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി താഴെ പോവുകയാണെങ്കിൽ, വളർച്ചാ നിരക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ, ഇൻഫ്ലേഷൻ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് പോവുകയാണെങ്കിൽ, ഓരോരോ നെഗോസിയേഷനിൽ വലിയ ചില വീഴ്ചകൾ ഇടയ്ക്കെങ്കിലും ചൈനയുമായിട്ടുൾപ്പെടെയുള്ള നെഗോസിയേഷനിൽ വീഴ്ചകൾ സംഭവിച്ചാൽ അവിടെ റിപ്പബ്ലിക്കൻസിന്റെ അകമഴിഞ്ഞ പിന്തുണ കിട്ടിക്കൊള്ളണമെന്നില്ല. ബില്ലുകൾ ഏകപക്ഷീയമായി പാസാക്കിയെടുക്കാൻ തക്ക ഭൂരിപക്ഷമുണ്ടെന്ന് തോന്നാം. അത് മുൻകാലങ്ങളിൽ അങ്ങനെ ഉള്ളപ്പോഴും പലപ്പോഴും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ കൃത്യമായ ഭൂരിപക്ഷം ഇല്ലായിരുന്നു സെനറ്റിൽ എന്ന് ഓർക്കണം റിപ്പബ്ലിക്കൻസിന്. പക്ഷെ ഇപ്രാവശ്യമുണ്ട്. അത് മാത്രം മതിയാവില്ല. അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം കൂടിയാണ്. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഡെലിവർ ചെയ്യുന്ന, പറയുന്നത് പ്രവർത്തിച്ച് കാട്ടുന്ന ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാൽ പോരാ, ഈ അമേരിക്കൻ വെൽത്ത് ഈസ് ഗെറ്റിംഗ് ഇൻക്രീസ്ഡ്, അത് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന നിമിഷം ജനം തന്നെ പറയും. അതുകൊണ്ട് ഒരു സെനറ്ററും തിരിഞ്ഞു നിൽക്കില്ല. ഈവൻ ഡെമോക്രാറ്റിക് സെനറ്റേഴ്സിന്റെ ഉൾപ്പെടെ പിന്തുണ ട്രംപിന് കിട്ടും. ആ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഉള്ളിലെ ഒരു കറക്ഷൻ മെക്കാനിസം, തിരുത്തൽ പ്രക്രിയ, അത് വലിയ തോതിൽ ട്രംപിന്റെ നയങ്ങൾക്ക് വിഘാതമാകും, അല്ലെങ്കിൽ നയങ്ങൾ മുന്നോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടാകും. ഇപ്പോൾ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസാക്കിയെടുത്താൽ പോലും അതിന്റെ പിന്നിൽ ലീഗൽ കോംപ്ലിക്കേഷൻസ്, അത് വലിയ തോതിൽ ഈ കാര്യങ്ങളെ പിന്നോട്ടടിക്കും. കാരണം അമേരിക്കയുടെ ഫെഡറൽ ജുഡീഷ്യറി വളരെ ശക്തമാണ്. ഇപ്പൊ ഫെഡറൽ കോർട്ടിന്റെ തീരുമാനങ്ങൾ പലപ്പോഴും അഡ്മിനിസ്ട്രേഷൻ എത്ര ഭൂരിപക്ഷം ഉണ്ടെങ്കിലും അമേരിക്ക പ്രവർത്തിക്കുന്നത് ചെക്സ് ആൻഡ് ബാലൻസ് സംവിധാനം അനുസരിച്ചാണ്. അതായത് എക്സിക്യൂട്ടീവ് വളരെ ഡോമിനന്റ് ആയി പോയാൽ അവിടെ ലെജിസ്ലേച്ചർ കറക്റ്റ് ചെയ്യും. അതിന് സാധിച്ചില്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് ഒരു ചെക്ക് ഉണ്ടാകും, കറക്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഈ പ്രസിഡന്റിന്റെ ഒരു മേധാവിത്വം, തേർവാഴ്ച ആ രീതിയിലൊന്നും നടപ്പാവില്ല. അത് ട്രംപ് എന്നല്ല, ഏത് രീതിയിൽ വലിയ ഉടച്ചു വാർക്കാനൊന്നും പറ്റില്ല. കാരണം ഗ്ലോബലൈസ്ഡ് ഒരു വേൾഡിന്റെ തലപ്പത്ത് നിൽക്കുന്ന അമേരിക്കയെ പൂർണ്ണമായും ഒരു പുതിയ അമേരിക്കയായിട്ട് ഞൊടിയിടയിലൊക്കെ മാറ്റിയെടുക്കാം എന്നാണ് ട്രംപ് വിചാരിക്കുന്നതെങ്കിൽ അത് നടക്കില്ല. ഇത് മറ്റാരേക്കാളും നന്നായിട്ട് അറിയാം ഇലോൺ മസ്കിന്. അതുകൊണ്ടാണ് അദ്ദേഹം ഡിസസോസിയേറ്റ് ചെയ്യുന്നതെന്നാണ് എന്റെ ചിന്ത. റൈറ്റ്. നമ്മളിത് പറയുമ്പോഴേ ഇപ്പോൾ ഈ തീരുവയുടെ കാര്യത്തിൽ വിവിധ രാജ്യങ്ങളുമായിട്ട് വലിയ തർക്കത്തിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ ഇതൊരു വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കും. ഇതൊക്കെ ചെയ്യുന്ന ട്രംപ് ഇപ്പുറത്ത് മിഡിൽ ഈസ്റ്റിൽ സൗദി സന്ദർശിക്കുന്നു, ഖത്തർ സന്ദർശിക്കുന്നു, വലിയ ബിഗ് ഡീലുകൾ ഉണ്ടാക്കുന്നു, കോടിക്കണക്കിന് ഉറുപ്പിയുടെ അല്ലെങ്കിൽ ഡോളറിന്റെ നിക്ഷേപം അമേരിക്കയിൽ ഉണ്ടാകാൻ പാകത്തിൽ സൗദിയുമായിട്ട് ഡീലുണ്ടാക്കുന്നു. അമേരിക്കൻ കമ്പനികളിൽ നിന്ന് സൈനികോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള വലിയ കരാർ സൗദിയുമായിട്ട് ഉണ്ടാക്കുന്നു, ഖത്തറുമായിട്ടും വലിയ ഡീൽ ഉണ്ടാക്കുന്നു. ഇതൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഏകപക്ഷീയമായിട്ട് ഈ ട്രംപ് ഇങ്ങനെ എല്ലാവരുമായിട്ട് യുദ്ധം ചെയ്യാണ്, അതുകൊണ്ട് മാത്രം മസ്കിന്റെ ബിസിനസ്സിന് ഒരു മുന്നോട്ട് പോക്കിനുണ്ടാകുന്ന തടസ്സം അത് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ പറയാമോ? ട്രംപിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അദ്ദേഹത്തിന്റെ നയം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വിലയിരുത്തിക്കൂടെ? അങ്ങനെ വിലയിരുത്തുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നോക്കൂ, ട്രംപ് എങ്ങോട്ടാണ് പോയത് ആദ്യം? ഈ സാധാരണഗതിയിൽ ഈ സാധാരണ വിവരമുള്ള അമേരിക്കൻ പ്രസിഡന്റുമാർ ചെയ്യുന്ന ഒരു പണിയുണ്ട്. ഒന്നുകിൽ ലണ്ടൻ സിറ്റി സന്ദർശിക്കും അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആദ്യം. കാരണം ആ ഒരു പുക്കിൾക്കൊടി ബന്ധം, ആംഗ്ലോ സാക്സൺ പ്രോട്ടസ്റ്റന്റ് എത്തിക്സ്, അതാണ് പറയുന്നത് ട്രാൻസ് അറ്റ്ലാന്റിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഓൾഡ് ടൈം യൂറോപ്യൻസ്. അത് പ്രത്യേകിച്ചും ബ്രിട്ടീഷ് ഐറിഷ് ഇൻട്രസ്റ്റ് ആണ്. അവരാണല്ലോ പിൽഗ്രിം ഫാദേഴ്സായി ആദ്യം പോയത്. പിന്നീട് ഫ്രാൻസിൽ നിന്ന് പോയി, ജർമ്മനിയിൽ നിന്ന് പോയി, പലയിടത്തു നിന്നും പോയി. അപ്പൊ യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ഒരു പുക്കിൾക്കൊടി ബന്ധം, ആ ബന്ധം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി യൂറോപ്യൻ വിസിറ്റ് ആണ് സംഭവിക്കേണ്ടത്. ഇനി അതല്ല എങ്കിൽ, ഒരു മാറ്റം വേണമെങ്കിൽ പിന്നെ പോകേണ്ടത് ജപ്പാനോ ഓസ്ട്രേലിയയോ ന്യൂസിലൻഡോ ഒക്കെയാണ്. ഇപ്പൊ കാനഡയെ പിണക്കിയിരിക്കുന്നു, ഓസ്ട്രേലിയ ന്യൂസിലൻഡ് അത്ര സുഖത്തിലല്ല, ജപ്പാൻ പോലും അമ്പരന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് സൗദി അറേബ്യയിലേക്ക്, അപ്രതീക്ഷിതമായി സൗദി അറേബ്യയിലേക്കും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്കും പോകുന്നു. എർദോഗാനെ ഉൾപ്പെടെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നു. അപ്പൊ ഇത് ലോകത്തിന് പരിചിതമായ ഒരു നയതന്ത്രമല്ല. അവിടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. സൗദി അറേബ്യ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിയത്. ഈ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും സൗദിക്ക് കൊടുക്കാനാവുന്ന ഒരു സ്വീകരണം, അത് രാജഭരണമാണ്. അവിടെ ആരും അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ആരും തെരുവിൽ കരിങ്കൊടി കാണിക്കില്ല. പക്ഷെ യൂറോപ്പിൽ ഇറങ്ങിയാൽ ട്രംപിനെതിരെ ചിലപ്പോൾ കരിങ്കൊടി ഉണ്ടാകും, സോഡാക്കുപ്പി ഇറഞ്ഞെന്നിരിക്കും. ഇതെല്ലാം തന്നെ യൂറോപ്പിന്റെ സ്വാതന്ത്ര്യം നമുക്കറിയാമല്ലോ. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വേറിട്ട ചിന്തകളുണ്ട്. യൂറോപ്പിന്റെ ഒരു അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന ചിന്ത ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ വ്യാപകമാണ്. ഒരു പ്രഡിക്റ്റബിൾ ഒരു അലയായിരുന്നു അമേരിക്ക, അല്ലെങ്കിൽ വലിയേട്ടൻ. അത് അവർ സർവാത്മന അംഗീകരിക്കുന്ന ഒന്നാണ്. പക്ഷെ ഇപ്പോൾ ഒരു കച്ചവട പങ്കാളി എന്നതിന് അതീതമായി ഒരു ബന്ധം, വൈകാരിക ബന്ധം ഇപ്പോൾ യൂറോപ്യൻസിന് അമേരിക്കയുമായിട്ടില്ല.
ഇത് യാഥാർത്ഥ്യമായി നിൽക്കുന്നു. അപ്പൊ ട്രംപിന്റെ ഭാവി എന്ന് പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുടെ വ്യാപാരം അത് മാത്രം പരിഗണിച്ചുകൊണ്ട് യൂറോപ്പിനെയും ജപ്പാനെയും മറ്റു രാജ്യങ്ങളെയും ഒക്കെ പിണക്കിക്കൊണ്ട് ഭീഷണിയുടെ മുകളിൽ അണ്ടർ ഡ്യൂറസ് ഉഭയകക്ഷി കരാറുകൾ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനാവില്ല. കാരണം ഇപ്പോൾ നല്ലൊരു ഡീലാണ്, UAE-യുമായിട്ട് പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ഡീലാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അമേരിക്കയും തമ്മിൽ എത്തിച്ചേർന്നത്. അതുകൊണ്ട് പശ്ചിമേഷ്യ ദൗത്യം വിജയമാണെന്ന് വേണമെങ്കിൽ പറയാം ബിസിനസ് ടേംസിൽ. അതേസമയം ഇറാനുമായുള്ള ന്യൂക്ലിയർ ഡീൽ ട്രംപ് അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്തതാണ്. എന്നിട്ട് അയത്തുള്ള അലി ഖൊമേനിയോട് പറയുന്നു, ഇറാന്റെ പരമോന്നത നേതാവിനോട് പറയുന്നു, നമുക്ക് സംസാരിക്കാം 2 മാസത്തിനുള്ളിൽ, ലെറ്റ്സ് ഹാവ് എ ഡീൽ, അല്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറയുന്നു. 2 മാസം കഴിഞ്ഞിട്ടും അമേരിക്കയ്ക്ക് ധൃതിയൊന്നുമില്ല. 5 റൗണ്ട് നെഗോസിയേഷൻ ആണ് റോമിലും അതുപോലെ മസ്കറ്റിലുമായി നടന്നത്. ആദ്യം ഈ ഖത്തറായിരുന്നു മധ്യസ്ഥൻ. ഈ ഇസ്രായേൽ ഇറാൻ പ്രശ്നം അല്ലെങ്കിൽ ഇസ്രായേൽ ആൻഡ് ഹമാസ് പ്രശ്നത്തിലാണ് ഖത്തർ മധ്യസ്ഥത വഹിച്ചത്. ഇപ്പൊ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നത്തിന് യഥാർത്ഥത്തിൽ അമേരിക്ക ഇടപെട്ട് മധ്യസ്ഥത വഹിക്കുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇറാനെ മാത്രം പ്ലക്കേറ്റ് ചെയ്തുകൊണ്ട് ന്യൂക്ലിയർ ഡീലിൽ ഏർപ്പെട്ടുകൊണ്ട് അവിടെ സമാധാനം ഉണ്ടാക്കാം എന്ന ട്രംപിന്റെ ഒരു നിലപാട്, അത് എത്രത്തോളം വർക്കബിൾ ആണെന്ന് ഇപ്പോഴും അറിയില്ല. കാരണം ഇറാന്റേതായ പ്രയോറിറ്റീസ് ഉണ്ട് എന്ന് ഓർക്കും. ഇറാൻ സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്, ആണവ ത്രഷോൾഡ് എത്തിക്കുന്ന രാജ്യമാണ്. 60% സമ്പുഷ്ടീകരണം, യുറേനിയം സമ്പുഷ്ടീകരണ കപ്പാസിറ്റി ഉണ്ട്, ന്യൂക്ലിയർ പ്ലാന്റുകൾ ഉണ്ട്, വലിയ രീതിയിലുള്ള അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസ് ഉണ്ട്, വളരെ ക്ലാൻഡസ്റ്റൈൻ ഓപ്പറേഷൻസ് ഉണ്ട്, ഒരു പൊളിറ്റിക്കൽ ഡിറ്റർമിനേഷനും ഉണ്ട്. അപ്പൊ 90% സമ്പുഷ്ടീകരിക്കാൻ കഴിഞ്ഞാൽ അതിനർത്ഥം ഇറാനെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നാണ്. അതുകൊണ്ട് മധ്യപൗരസ്ത്യ പ്രദേശത്തിന്റെ ആകമാന സന്തുലിത അവസ്ഥ അറബി രാജ്യങ്ങൾക്ക് വേണ്ടി കൂടി, ഇപ്പൊ പോയിരിക്കുന്ന ഇസ്രായേലിന് വേണ്ടിയല്ല, സൗദി അറേബ്യക്കും UAE-ക്കും പോലും ഇറാനിൽ നിന്നും ത്രെട്ട് ഉണ്ടാകാതിരിക്കാൻ ആത്യന്തികമായി ട്രംപ് ചെയ്യുന്ന ഒരു പണിയാണ് ഇറാനെ ഒന്ന് മയപ്പെടുത്തിയെടുക്കുക. ഒക്കുമെങ്കിൽ ഒരു ആണവ കരാറിലേക്ക് ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ പിൻവലിക്കാം, ഇറാൻ ആണവ പദ്ധതിയിൽ നിന്നും പിന്നാക്കം പോയാൽ മതിയാകും, ആ ഉറപ്പാണ്. പക്ഷേ ഇറാൻ വ്യക്തമായി പറഞ്ഞു, വി ആർ നോട്ട് ഫോർ ന്യൂക്ലിയർ വെപ്പൺസ്, പക്ഷേ വി വിൽ കണ്ടിന്യൂ ടു എൻറിച്ച് യുറേനിയം, ദാറ്റ്സ് അവർ റൈറ്റ്. ഈ രണ്ട് കാര്യങ്ങളാണ്. യുറേനിയം എൻറിച്ച് ചെയ്യുന്നതുകൊണ്ട് മാത്രം ആണവായുധങ്ങൾ ഉണ്ടാക്കണമെന്നില്ല, പക്ഷെ ആണവായുധങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ യുറേനിയം എൻറിച്ച് ചെയ്താൽ മതിയാകും. ട്രംപ് അതിനെ കണക്ട് ചെയ്താണ് പറയുന്നത്, ഇറാൻ അതിനെ ഡിസ്കണക്ട് ചെയ്താണ് പറയുന്നത്. അത് ഇറാനെ കൺവിൻസ് ചെയ്യാൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ നോക്കൂ, ട്രംപിന്റെ വിദേശകാര്യത്തിൽ 3 കാര്യങ്ങളിലാണ് ട്രംപ് ഇടപെട്ടത്. ഒന്ന്, റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു, സെലൻസ്കിയെ പിടിച്ച് ചാടിച്ചു. എന്നിട്ട് എന്തായി? പുടിൻ എന്റെ സുഹൃത്താണ്, ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് കേട്ടോ? ഇല്ലല്ലോ. അതുപോലെ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തി, അത് ശരിയാണ്, ട്രംപ് വന്നതിന് തലേന്ന് വെടിനിർത്തി. പക്ഷേ ഇപ്പോഴും യുദ്ധം തുടരുകയാണ്. ട്രംപ് ഇടപെട്ടാൽ റിവീറ ആക്കുമെന്ന് പറയുന്നു. ഇതൊക്കെ വിടുവാ പറയുമെന്നുള്ളതല്ലാതെ നടക്കുന്ന കാര്യമല്ല. ഇനി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ പോലും ട്രംപിന്റെ വ്യാപാര വിരട്ടാണ്. ഞങ്ങൾ അങ്ങോട്ട് നികുതി അങ്ങോട്ട് അടിച്ചു കൊടുക്കും, ടാരിഫ് അടിച്ചു കൊടുക്കും പാകിസ്ഥാനും ഇന്ത്യക്കും. അതുകൊണ്ട് അവർ പേടിച്ചിട്ട് ഐക്യപ്പെട്ടതാണ്, വെടിനിർത്തൽ കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം ക്ലെയിമാണ്. ഇപ്പൊ ആണവ കരാറ് ഉൾപ്പെടെയുള്ളത് ക്ലെയിംസ് ആണ്. ഇങ്ങനെയുള്ള ക്ലെയിം മാത്രം കൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാനാവും? അപ്പൊ താൽക്കാലം ട്രംപ് നേടി എന്ന് പറയുന്ന നയതന്ത്ര വിജയം അല്ലെങ്കിൽ ബിസിനസ് ഡീൽസ്, അത് താൽക്കാലികം മാത്രമാണ്, അതൊന്നും ശാശ്വതമാകുമെന്ന് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ ട്രംപിന്റെ വിമർശനം എന്ന നിലയിലല്ല ഇങ്ങനെ ഞാനിത് പറയുന്നത്, മറിച്ച് കുറച്ച് യാഥാർത്ഥ്യാധിഷ്ഠിതമായി നോക്കുമ്പോൾ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ട്രംപിന്റെ കയറി പറഞ്ഞു വെക്കുക, ഇതൊരു ടിപ്പിക്കൽ ബിസിനസ്മാന്റെ ഒരു ഗെയിമാണ്. അതായത് കയറ്റി അങ്ങോട്ട് പറയുക, നടക്കാത്ത കാര്യങ്ങൾ കയറ്റി പറയുക, എന്നിട്ട് നടക്കുന്നിടത്തോളം താഴെ ഇറങ്ങി വരിക. ഇതെപ്പോഴും നയതന്ത്ര രംഗത്ത് വിജയിക്കണം എന്നില്ല. ബിസിനസ് രംഗത്ത് കുറെയൊക്കെ അത് വിജയിക്കുമായിരിക്കാം, പക്ഷെ നയതന്ത്ര രംഗത്ത് അത് വിജയിക്കില്ല എന്നതിന്റെ ഏർലി സൂചനകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ വലിയ മിടുക്കന്മാരായ അതിനേക്കാൾ ഷാർപ്പ് ബിസിനസ് കണ്ണുകളുള്ള ഇലോൺ മസ്കിനെ പോലെ ആളുകൾ ഒക്കെ തിരിച്ചറിയുന്നുണ്ട്. അതനുസരിച്ച് മുൻകൂട്ടി തന്നെ ഈ ഡിസ്റ്റൻസിങ് എന്ന ടെക്നിക് ഉപയോഗിക്കുന്നു എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. റൈറ്റ്. ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പോൾ UAE-യുമായിട്ടുണ്ടായ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് അബുദാബി കേന്ദ്രീകരിച്ച് വലിയൊരു ഡാറ്റാ സെന്റർ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള വാർത്തകളുണ്ട്. അതിലും എലോൺ മസ്കിന് അതൃപ്തിയുണ്ട്. അദ്ദേഹത്തിന്റെ ഏരിയയിലേക്ക് വേറൊരു വൻ ഭീമൻ വരാൻ പോകുന്നു എന്നുള്ള
ആശങ്കയുണ്ട്, അതിന് ട്രംപ് ഒഴിവെക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ അതൃപ്തിയും കാരണമാണെന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടെ കിട്ടെ ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിച്ചു, കഴിഞ്ഞ ട്രംപ് ഭരണകൂടത്തിൻ്റെ കാലത്ത് ഈ പറയുന്ന ഭരണകൂടത്തിൻ്റെ ഭാഗമായിരുന്ന ഡിഫൻസ് സെക്രട്ടറി പലവട്ടം മാറുന്നു, വിദേശകാര്യ സെക്രട്ടറി പലവട്ടം രാജിവെക്കുന്നു, ഇങ്ങനെ രാജികളുടെ ഒരു പരമ്പര നമ്മൾ കണ്ടിരുന്നു. ചുമതല ഏറ്റെടുത്ത ആൾ അടുത്ത ആഴ്ച രാജിവെച്ച് പോകുന്നവരെ നമ്മൾ കണ്ടിരുന്നു അക്കാലത്ത്. ഇതിപ്പോൾ അതിൻ്റെയും കൂടെ തുടക്കമാണ് ഈ അൺസർട്ടനിറ്റി. ഇപ്പോൾ എലോൺ മസ്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയുടെ മേധാവിയായിരുന്നു. അതുപോലെയല്ല മന്ത്രിസഭയിലിരിക്കുന്ന ആളുകൾ അവർക്ക് ഒരു കൺസിസ്റ്റൻസി വളരെ പ്രധാനമാണല്ലോ. അതില്ലാതിരിക്കെ ഇതിപ്പോൾ രാജിയുടെ പരമ്പരയുടെ തുടക്കമായിട്ട് നമ്മൾ കാണണോ? ഇത് ഒരു ഹയർ ആൻഡ് ഫയർ എന്നൊരു പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ ബിസിനസ്സിൽ. ഇത് തന്നെയാണ് പൊളിറ്റീഷ്യൻസിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. ട്രംപ് നയിക്കുന്ന അമേരിക്കയിൽ, ട്രംപ് നയിക്കുന്ന ഒരു റിപ്പബ്ലിക്കൻ ക്രമത്തിൽ ഒരുതരം ഹയർ ആൻഡ് ഫയർ ആണ്. ട്രംപിന്റെ പൂർണ്ണ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്നിടത്തോളം കാലം, ട്രംപ് ഉദ്ദേശിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ കഴിയുന്നിടത്തോളം കാലം. ഇപ്പൊ ഡിഫൻസിന്റെ സുരക്ഷാ ചുമതലയുള്ള ആളിനെ മാറ്റിയല്ലോ, അതിനുള്ള ആ ഒരു സെക്രട്ടറിയെ മാറ്റിയല്ലോ. അതിനുള്ള പ്രധാനമായ കാരണം അദ്ദേഹം ഇസ്രായേലുമായി പുലർത്തിയ അടുപ്പമാണ്. അപ്പൊ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലുമായി ചെറിയ തോതിൽ ഡിസ്റ്റൻസ് ചെയ്യുക, നെതന്യാഹുവിനെയൊക്കെ സ്വീകരിച്ചു, വലിയ രീതിയിൽ ഊഷ്മള ബന്ധമാണ് എന്നൊക്കെ ഒരു വരുത്തി തീർത്തു. അതിനുശേഷം സമാന്തരമായി ഇസ്രായേലിനെ അറിയിക്കാതെ അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ വലിയ താല്പര്യം പരിഗണിക്കാതെ അറബ് രാജ്യങ്ങളുമായി സന്ധി ചെയ്ത് മുന്നോട്ട് പോകുന്നു. ബിസിനസ് ആണ് അവിടെ. അപ്പൊ അവിടെ ഈ പറയുന്ന സാക്ക് ചെയ്യപ്പെട്ട സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മിനിസ്റ്റേഴ്സിന്റെ സെക്രട്ടറി എന്നാണല്ലോ പറയുക. സെക്രട്ടറിക്ക് ഇസ്രായേലുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിലൊന്നും വേണ്ട, ഇപ്പൊ ഞാനാണ് ആള്, അതുകൊണ്ട് നേരിട്ട് മതി, പ്രസിഡന്റുമായി നേരിട്ടങ്ങ് സംസാരിച്ചാൽ മതി, ഇസ്രായേലിന്റെ വലിയ രീതിയിലുള്ള ലോബിയും ഒന്നും ഇനി ചെലവാകില്ല, ജൂത ലോബി എന്തു പറഞ്ഞാലും, അമേരിക്കയിലെ ജൂത ലോബി ഉൾപ്പെടെ എന്തു പറഞ്ഞാലും ശരി, ഒരു മാർജിൻ ഇട്ട് മാത്രമേ ഞാൻ അതിനെയൊക്കെ കാണൂ. അപ്പൊ എന്റെ മേൽ സമ്മർദ്ദങ്ങൾ വേണ്ട. അതുകൊണ്ട് ഇപ്പൊ പ്രകടമായി നമുക്ക് തോന്നാം, ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പിന്നെ ഒരു ജേർണലിന്റെ ചീഫ് എഡിറ്ററുടെ പേര് അബദ്ധത്തിൽ കടന്നുകൂടിയത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് തോന്നാമെങ്കിലും അതല്ല യഥാർത്ഥ കാരണം. ഇസ്രായേലുമായി അടുപ്പം പുലർത്തുന്ന ഒരാളെ മന്ത്രിസഭയിൽ വേണ്ട, ഞാൻ ചെയ്തോളാം, ഇസ്രായേലുമായിട്ട് അടുപ്പം വേണമെങ്കിൽ ഞാനൊരു ഡീൽ എന്നുള്ളതിലെ ചെയ്തോളാം, ലെറ്റ് മീ ടോക്ക് ടു നെതന്യാഹു 1-on-1 ആൻഡ് ഹാവ് എ ഡീൽ. അപ്പൊ ഡീൽ എന്ന വാക്ക് മാത്രമാണ് ട്രംപ് വീണ്ടും വീണ്ടും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹം ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് പോലെ തോന്നി. എല്ലാം ഡീലുകളിലൂടെ പരിഹരിക്കാം, എല്ലാം ഡീലുകളിലൂടെ നേടിയെടുക്കാം, അതെല്ലാം അമേരിക്കയ്ക്ക് അനുകൂലവും തനിക്ക് വ്യക്തിപരമായിട്ട് അനുകൂലവുമായി മാറും. ഒരുപക്ഷെ ഒരു മൂന്നാമൊരു ഊഴം ഭരണഘടന തിരുത്തിയിട്ടാണെങ്കിൽ ശരി, മൂന്നാമതൊരു ഊഴം കൂടെ കിട്ടുകയാണെങ്കിൽ, ആയുസ്സും ആരോഗ്യമുണ്ടെങ്കിൽ ആ കസേരയിൽ ഒന്നുകൂടി ഇരിക്കാം. എന്നാൽ മാത്രമേ പൂർണ്ണ അർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു വാഴുവിന്റെ അനുഭവം ഉണ്ടാകൂ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം ഡൊണാൾഡ് ട്രംപ്. റൈറ്റ്, വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഞങ്ങളോട് സംസാരിച്ചതിന്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഏതാണ്ട് 140 ദിവസം ആകുന്നേ ഉള്ളൂ അദ്ദേഹം രണ്ടാം ടേമിൽ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം. ആദ്യ ടേമിൽ എത്രത്തോളം പ്രവചനാതീതമായാണോ അദ്ദേഹം പെരുമാറിയിരുന്നത്, അതിനേക്കാൾ അപ്പുറത്തുള്ള പ്രവചനാതീതമായ വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അതൃപ്തി ഒരുപക്ഷെ എലോൺ മസ്കിൻ്റെ, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആ അതൃപ്തി എലോൺ മസ്കിൻ്റെ രാജിക്ക് കാരണമായിട്ടുണ്ട്. തുടർ ദിവസങ്ങളിൽ കാണാം എന്താണ് എലോൺ മസ്കിൻ്റെ രാജി ട്രംപ് ഭരണകൂടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നയമാറ്റത്തിന് കാരണമാകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.